നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ജൂൺ 1 തിങ്കളാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. അനാവശ്യ ചിന്തകൾ മൂലമോ താൽക്കാലിക രോഗാവസ്ഥകൾ മൂലമോ ചെറിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നേക്കാം. ഭക്ഷണകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ ഭക്ഷ്യവിഷബാധ ഏൽക്കാൻ ഇടയുള്ളതിനാൽ പുറത്തുനിന്നുള്ള ആഹാരം പരമാവധി ഒഴിവാക്കുക. പ്രധാനപ്പെട്ട രേഖകളിലോ കരാറുകളിലോ ഒപ്പിടുമ്പോൾ ചതിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത പുലർത്തണം. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. ദാമ്പത്യ ജീവിതത്തിൽ മികച്ച ഒത്തൊരുമയും വലിയ സാമ്പത്തിക നേട്ടങ്ങളും കൈവരുന്ന ദിവസമാണിത്. സമൂഹത്തിൽ അർഹമായ മാന്യതയും പദവിയും ലഭിക്കും. പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കുടുംബാംഗങ്ങളുടെ പൂർണ്ണമായ സമ്മതത്തോടെയും പിന്തുണയോടെയും പ്രിയപ്പെട്ട വ്യക്തിയെ ജീവിത പങ്കാളിയായി സ്വീകരിക്കാൻ അനുകൂല സാഹചര്യം ഒരുങ്ങും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. വിലപിടിപ്പുള്ള ആഭരണങ്ങളോ വിശേഷപ്പെട്ട സമ്മാനങ്ങളോ തേടിയെത്താൻ വലിയ സാധ്യതയുള്ള ശുഭദിനമാണിത്. രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലെല്ലാം വലിയ വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. ദീർഘനാളുകളായി കാണാതിരുന്ന പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും അവരോടൊപ്പം സന്തോഷകരമായ സമയം ചെലവഴിക്കുവാനും അവസരം ഉണ്ടാകും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. സൗഹൃദങ്ങളിലോ കൂട്ടുകെട്ടുകളിലോ അനാവശ്യമായി ഇടപെടുന്നത് വഴി ദുഷ്കീർത്തിയോ അപവാദങ്ങളോ കേൾക്കേണ്ടി വന്നേക്കാം. വരവിനേക്കാൾ കൂടുതൽ ചെലവുകൾ വരാൻ ഇടയുണ്ട്. അമിതമായ ആഡംബര മോഹങ്ങൾ വലിയ സാമ്പത്തിക പ്രയാസങ്ങളിലേക്ക് നയിച്ചേക്കാമെന്നതിനാൽ പണമിടപാടുകൾ പൂർണ്ണമായി മിതത്വം പാലിക്കുക. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. ഏറ്റെടുക്കുന്ന ജോലികളിലും ഔദ്യോഗിക കർമ്മങ്ങളിലും വിചാരിച്ചത്ര മാനസിക തൃപ്തി ലഭിക്കാൻ അല്പം പ്രയാസമായിരിക്കും. തൊഴിൽ സംബന്ധമായ ആവശ്യങ്ങൾക്കായി കുടുംബത്തിൽ നിന്നും താൽക്കാലികമായി മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. എന്നാൽ ഈ മാറ്റത്തിന് വലിയൊരു സ്ഥിരത ഉണ്ടാക്കാൻ ഇടയില്ല. കന്നിരാശി ഉത്രാം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. മികച്ച സാമ്പത്തിക നേട്ടങ്ങളും തൊഴിൽ രംഗത്ത് വലിയ വിജയങ്ങളും കൈവരിക്കാൻ സാധിക്കുന്ന അനുകൂല ദിവസമാണിത്. ദീർഘനാളായി അലട്ടിയിരുന്ന രോഗങ്ങളിൽ നിന്ന് വലിയ രോഗശാന്തി പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കളുമായി സമയം പങ്കുവയ്ക്കാനും സന്തോഷകരമായ വിനോദയാത്രകൾ പോകാനും അവസരം ലഭിക്കും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. അനാവശ്യമായ പുതിയ ബന്ധങ്ങൾ വഴി കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകളും പങ്കാളിയുമായി ചെറിയ അകൽച്ചയും ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ വലിയ ജാഗ്രത പുലർത്തണം. അകാരണമായ ചില ഉത്കണ്ഠകൾ മനസ്സിനെ അലട്ടുകയും ശാരീരികമായ ചെറിയ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തേക്കാം. എന്നതിനാൽ മനസ്സിനെ ശാന്തമാക്കുക. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. വിട്ടുമാറാത്ത രോഗങ്ങളിൽ നിന്ന് പൂർണ്ണമായ മോചനവും ശത്രുക്കളുടെ തടസ്സങ്ങളിൽ നിന്ന് വിജയവും ഉണ്ടാക്കുന്ന ശുഭദിനമാണിത്. കുടുംബജീവിതത്തിൽ വലിയ സമാധാനവും സന്തോഷവും നിലനിൽക്കും. തൊഴിൽ രംഗത്ത് മികച്ച വിജയവും സാമ്പത്തിക ഉന്നതിയും പ്രിയപ്പെട്ട ബന്ധുക്കളിൽ നിന്നുള്ള നല്ല ഗുണാനുഭവങ്ങളും പ്രതീക്ഷിക്കാം. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. നിലവിലുള്ള കരാറുകളിലോ ബിസിനസ് ഇടപാടുകളിലോ ചെറിയ പാളിച്ചകൾ സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ കൃത്യമായ മേൽനോട്ടം ആവശ്യമാണ്. പണമിടപാടുകളിൽ അതീവ ജാഗ്രത വേണം. വഞ്ചിക്കപ്പെടാനോ അപ്രതീക്ഷിത സാമ്പത്തിക നഷ്ടങ്ങൾക്കോ ഇടയുണ്ട്. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. വൻ സാമ്പത്തിക പുരോഗതിയും തൊഴിൽ രംഗത്ത് മികച്ച നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കുന്ന ഐശ്വര്യപ്രദമായ ദിവസമാണിത്. ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളിലും വിചാരിച്ചതുപോലെ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും. സമൂഹത്തിൽ വലിയ പ്രശസ്തി വർദ്ധിക്കാനും മനസ്സിന് പൂർണ്ണ സന്തോഷം ലഭിക്കാനും യോഗമുണ്ട്. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. വിശേഷപ്പെട്ട വാഹനഭാഗ്യവും ദാമ്പത്യ ജീവിതത്തിൽ വലിയ ഒത്തൊരുമയും സാമ്പത്തിക നേട്ടങ്ങളും ഇന്ന് പ്രതീക്ഷിക്കാം. തൊഴിൽ രംഗത്ത് മികച്ച വിജയം കൈവരിക്കും. പ്രണയകാര്യങ്ങളിൽ വലിയ പുരോഗതി ഉണ്ടാവുകയും വിവാഹത്തിലേക്ക് കാര്യങ്ങൾ പെട്ടെന്ന് നീങ്ങാനുള്ള നല്ല സാഹചര്യങ്ങൾ ഒരുങ്ങുകയും ചെയ്യും. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ജലദോഷം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ഭക്ഷണത്തിൽ തൃപ്തിക്കുറവ്, മാനസികമായ ചെറിയ കരുത്തുകുറവ് എന്നിവ അനുഭവപ്പെടാൻ ഇടയുണ്ട്. മക്കളുടെയോ മാതാപിതാക്കൾക്കോ ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലം ആശുപത്രി ചെലവുകൾ വന്നേക്കാം. മാനസിക സമ്മർദ്ദങ്ങൾ ഒഴിവാക്കി കൃത്യമായ ഉറക്കം ഉറപ്പാക്കാൻ ശ്രദ്ധിക്കുക. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.